തൃശൂർ ചാവക്കാട് നഗരത്തിൽ വിവാദ ഫ്ലെക്സുമായി ഗുരുവായൂർ എൻ.ഡി.എ സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണൻ. മുസ്ലിം നാമധാരികളായ ഗുരുവായൂർ എം.എൽ.എമാരുടെ പേരുകൾ സഹിതമുള്ള ഫ്ലെക്സ് ബോർഡുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ബി ഗോപാലകൃഷ്ണൻ പ്രചാരണത്തിൽ തുടരുകയാണ്. എത്രത്തോളം ഉണ്ട് മണ്ഡലത്തിൽ പ്രചാരണത്തിന്റെ ശക്തി, കോൺഫിഡൻസ് എത്രത്തോളം ഉണ്ട്? നല്ല പ്രചരണം, അതിഗംഭീരമായ പ്രചരണം. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് നാട്ടിലെ ജനങ്ങൾ ഇങ്ങോട്ട് വന്ന് എല്ലാ വിഭാഗം ജനങ്ങളും എന്നെ ഹാർദവമായി സ്വീകരിക്കുന്നുണ്ട്. അതിലേറെ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ BJP MLA ആയി ജയിക്കുന്ന പക്ഷം എന്താ പേര് ബഷീർ അടക്കമുള്ള മുഴുവൻ ആളുകൾക്കും, ബഷീർ അടക്കമുള്ള ഈ മണ്ഡലത്തിലെ മുഴുവൻ ആളുകൾക്കും സൗജന്യ ചികിത്സ കൊടുക്കുന്ന ഒരാശുപത്രി ദേവസ്വത്തെ കൊണ്ട് പഠിപ്പിക്കും. ഇന്നിപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് താങ്കളുടെ ആ ഒരു ഫ്ലെക്സ് ആണ്. മുൻ MLA പേരുകൾ പറഞ്ഞുകൊണ്ടൊരു ഫ്ലെക്സ്, അതൊരു വർഗീയ വിദ്വേഷ പ്രചാരണമാണെന്ന ചർച്ച വീണ്ടും വരികയാണ്. ഞാൻ ബഷീറിനോട് ചോദിച്ചു, ബഷീറിനടക്കം സൗജന്യ ചികിത്സ കൊടുക്കാമെന്ന് പറഞ്ഞ എൻ്റെ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ചോദിക്കുന്നേ ഇല്ല. നിങ്ങൾ ചോദിക്കുന്നത് ഫ്ലെക്സാണ്. അതെന്ത് പരിപാടിയാണ്? ഞാൻ ഈ ബഷീറടക്കമുള്ള ആളുകൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കാവുന്ന ഒരു ഫ്രീ ആയിട്ടുള്ള ദേവസ്വം ബോർഡിനെ കൊണ്ട് ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്കാർക്കും അത് പറയണ്ട. ആകെ പറയണത് ഒരു ചോദ്യമായിട്ടാണ് ഞാൻ ചോദിച്ചത്. ആദ്യത്തിൽ ചേട്ടൻ സാറിന്റെ സങ്കല്പങ്ങൾ പറഞ്ഞോണ്ടേ. ശരി, അപ്പോൾ എന്താണ് ആ ഫ്ലെക്സിനെ കുറിച്ച് പറയാനുള്ളത്? ഇവിടുത്തെ രാഷ്ട്രീയ ചരിത്രമാണ് ആ ഫ്ലെക്സ്. രാഷ്ട്രീയ ചരിത്രം, വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ആ ഫ്ലെക്സ് രാഷ്ട്രീയ ചരിത്രമാണ്. ആരൊക്കെയാണ് ഓരോ വർഷം MLA ആയത്? ഒന്നും ചെയ്തിട്ടില്ല. അതിൽ ചട്ടലംഘനം ഒന്നും ഇല്ലാന്നാണ് വിശ്വസിക്കുന്നത് അല്ലേ? അതിൽ ചട്ടലംഘനം ഒന്നും ഇല്ലാന്നാണ് വിശ്വസിക്കുന്നത്. ചട്ടോ? എന്ത് ചട്ടം? അത് ഫ്ലെക്സിനകത്ത് എന്ത് ചട്ടം, എന്ത് ലംഘനം? നേരത്തെ താങ്കൾ പറഞ്ഞ ഇത്തരത്തിലൊരു പരാമർശം കേസെടുക്കലേക്ക് പോയിരുന്നല്ലോ. അതാണ് ചട്ടലംഘനം. ഈ ഫ്ലെക്സ് ചട്ടലംഘനം എന്താ എനിക്ക് മനസ്സിലാവില്ല. 1976 തൊട്ട് 1981 വരെ ഇന്നയാൾ MLA, 81 തൊട്ട് 85 വരെ ഇന്നയാൾ MLA എന്ന് എഴുതി വെക്കുന്നത് ചട്ടലംഘനം. ആ ചട്ടലംഘനം ഉണ്ടായാൽ ഞാൻ നോക്കിക്കോളാം. ഞാൻ വക്കീല. ഇതൊക്കെ കുറേ കേസൊന്നും കാട്ടി എന്നെ ഭീഷണിപ്പെടുത്തരുത്, കേസൊന്നും കാട്ടി എന്നെ ഭയപ്പെടുത്തരുത്. അതൊക്കെ വേറെ ആൾക്കാർ. ബി ഗോപാലകൃഷ്ണൻ്റെ കേസ് വാദിക്കാൻ അറിയാം. എൻ്റെ കേസ് ഞാൻ വാദിക്കും. ഇല്ലെങ്കിൽ എനിക്ക് വേണ്ടി വാദിക്കാൻ ആയിരക്കണക്കിന് വക്കീലുമാരുണ്ട്. കേസൊന്നും കാട്ടി എന്നെ പേടിപ്പിക്കരുത്. നോമിനേഷൻ കൊടുക്കുന്നത് തടയാൻ വേണ്ടി ഗുരുവായൂരെ ഒരു ഇടതുപക്ഷ വക്കീൽ, അയാൾ എൻ്റെ സുഹൃത്താണ്, ഞങ്ങൾ ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അയാൾ ന്യൂനപക്ഷ ഈ നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ ദിവസം ROൻ്റെ അടുത്ത് പോയിട്ട് അയാൾ പറയാണ്, ഒരു 2 മണിക്കൂറെങ്കിലും ഇവിടെ മാറ്റി വെക്ക്, ഇതൊന്നും ഇപ്പം കൊടുക്കരുത്. എൻ്റെ നോമിനേഷനിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷേ നോമിനേഷനിലൊരു തെറ്റുമില്ല. പക്ഷേ ഈ നോമിനേഷൻ തടഞ്ഞു വെക്കണമെന്ന്. ഇവരെന്തിനാണ് ഭയപ്പെടുന്നത്? ഇവർ ഭയപ്പെടുന്നത് എൻ്റെ വിജയമാണ്. എന്തായാലും വലിയ കോൺഫിഡൻസിലാണ് ബി ഗോപാലകൃഷ്ണൻ. തൻ്റെ പോസ്റ്ററിൽ ചട്ടലംഘനമൊന്നുമില്ല, കേസുകൾ വന്നാൽ അത് താൻ നേരിടുമെന്നും ഗോപാലകൃഷ്ണൻ പറയുന്നു. ചാവക്കാട് നിന്നും നടരാജ് പരശുറാം, മീഡിയ.